ഇനി കോൺഗ്രസ് പാർട്ടിയിൽ ഉറങ്ങിയിരിക്കാനൊന്നും സാധിക്കില്ല. ഉറങ്ങിയിരുന്നവരൊക്കെ ഉണർന്ന് എഴുന്നേറ്റില്ലെങ്കിൽ പണി വരും. അതായത് മടിച്ചിരിക്കുന്നവരെ ഇനി പാർട്ടി അടുപ്പിക്കില്ല എന്നുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ആര് പറഞ്ഞിരിക്കുന്നു? കോൺഗ്രസ് അധ്യക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനല്ല, കുശിനിക്കാരൻ എന്ന് പറയുന്നത് നല്ലത്. ഈ ഖാർഗെ എന്ന് പറയുന്നതിനെ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് വെച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടാണ് കാര്യങ്ങൾ നീക്കുന്നത്. പിന്നെ പണി ചെയ്യുന്നവർക്ക് ഇനി സ്ഥാനമുള്ളൂ. എന്ത് പണി? കോൺഗ്രസിനകത്ത് പെട്ടിയെടുക്കണം അല്ലേ? ഓരോ നേതാക്കന്മാരുടെയും കൂടെ പല കുട്ടി നേതാക്കന്മാരും ഇങ്ങനെ കൂടെ താങ്ങി നടപ്പുണ്ട്. പെട്ടിയെടുക്കാനും മുണ്ടിൽ പിടിച്ചു നിൽക്കാനും ഒക്കെ ആയിട്ട്. അതൊരു കോൺഗ്രസ് സംസ്കാരമാണ്. അറിയത്തില്ല, കോൺഗ്രസിന്റെ ഏതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു മീറ്റിംഗ് നടക്കുന്നിടത്ത് ഒരു വേദിയിൽ 4 കസേരയേ ഉള്ളൂ. പക്ഷെ ആ വേദിയിൽ 45 പേരുണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കോൺഗ്രസിന്റെ ഇന്നടത്തെ വേദി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, നേതാക്കന്മാർക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇത് കോൺഗ്രസിനകത്തെ ഒരു സംസ്കാരമാണ്. ചോദിച്ചാൽ പറയും, ഇത് മറ്റ് പാർട്ടികളിൽ ഒന്നുമില്ലാത്ത ഒരു ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒന്നാണ് കോൺഗ്രസ് എന്ന്. ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരായാലും ഇപ്പൊ അവിടെ പറയുന്നു പണിയെടുക്കുന്നവർക്ക് സ്ഥാനലബ്ധിയുള്ളൂ. എങ്കിൽ പിന്നെ ആർക്കും അവിടെ സ്ഥാനം ഇല്ല. എല്ലാവർക്കും അവിടെ ഓരോരോ സ്ഥാനം കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഈ സ്ഥാനം കിട്ടിയവരോ അത് വിട്ടുപോകത്തില്ല. ഈ ഞണ്ടിന്റെ അവസ്ഥയുണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ച് കയറുന്നു. അതുപോലെയാണ് ഈ കോൺഗ്രസ്സുകാരന്മാരുടെ. പിന്നെ എണ്ണി കുറയുന്ന ഇതായുസ്സും മണ്ടി കരയേറുന്നു മോഹവും എന്നാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത് അല്ലേ? മനുഷ്യന്റെ ആയുസ് ഓരോരുത്തർക്കും ഇങ്ങനെ കുറഞ്ഞല്ലേ വരുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാരുടെ ആഗ്രഹവും ആയുസ് കുറയും തോറും ആഗ്രഹം കൂടി വരികയാണ്. ഉമ്മാർക്കെല്ലാം ആർത്തി മൂത്ത് ഭ്രാന്താകും, അറിയാമോ? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിന്നെ KV തോമസ്, തിരുത തോമസ് ഡൽഹിയില് പിണറായി അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം നടത്തുന്ന ശിങ്കിടി ആണ്. അതേപോലെ മാസം എല്ലാം കൂടെ കൊണ്ടുള്ള വരുമാനം പറഞ്ഞത് സുധാകരൻ പറഞ്ഞത്, ജി സുധാകരൻ 30 ലക്ഷം രൂപയുണ്ടെന്ന്. ഇയാളെന്തോ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നുന്നോ എന്നാണ് സുധാകരൻ ചോദിച്ചത്. അപ്പൊ തന്റെ പ്രസ്ഥാനത്തിനകത്തൂടെ നിന്നുകൊണ്ട് തന്നെ ഇത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനകത്ത് നിന്ന് എല്ലാ സ്ഥാനമാനങ്ങളും ഔദാര്യങ്ങളും എല്ലാം നേടിയിട്ട് പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, അവസാനമാകുമ്പോൾ പുതുതലമുറയെ കൊണ്ടുവരാൻ ഇവന്മാർ സമ്മതിക്കത്തില്ല. ഇവർക്ക് തന്നെ കിടക്കണം. അതാണ് ഈ കോൺഗ്രസിനകത്ത് കടൽ കിഴവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പണിയെടുക്കണം എന്നാലേ സ്ഥാനലബ്ധിയുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം തൂക്കിയെടുത്തെറിയേണ്ടത് ഈ മല്ലികാർജുൻ ഖാർഗെയാണ്. ഖാർഗെക്ക് എത്ര വയസ്സുണ്ട്? ആ സ്ഥാനത്ത് ഇവർ ശശി തരൂരിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പാർട്ടി ആയിരുന്നല്ലോ കോൺഗ്രസ്. ആ പാർട്ടിയുടെ പിന്നെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഡോക്ടർ ശശി തരൂർ, വിശ്വപൗരൻ. പക്ഷെ അതും ശരിയാവില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു സ്വഭാവമല്ലേ, പിന്നെ എങ്ങനെ വിശ്വസിച്ചു കൊണ്ടുവരും? എവിടെ അത് ഒന്ന് ഉയർത്തി കാണിച്ചാൽ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ. തിരുവനന്തപുരത്തിന്റെ MP ആണ്, ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല, അത് വേറൊരു കാര്യം. എന്നാൽ തന്നെയും ഒരു ആന ചന്തമുണ്ടല്ലോ, ഒന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ വരും, ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ ഉന്തി തള്ളി കൊണ്ടുവരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇല്ല, എടുപ്പ് കുതിര മാതിരി ഇങ്ങനെ വരും തരൂര്. ആ ഒരു ചന്തമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വളരെ വലുതല്ലേ. അപ്പൊ കോൺഗ്രസിനെ പോലുള്ള ഒരു ഇത്രയും പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ തലപ്പത്ത് വരേണ്ടത് അദ്ദേഹമായിരുന്നു. എന്നിട്ടാണ് ഈ ഖാർഗെ കൊണ്ടുവച്ചത്. ഈ ഖാർഗെ കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം പ്ലാൻ ചെയ്തത് ആരെയാണെന്ന് അറിയാമോ? അശോക് ഗെലോട്ട്. ഈ അശോക് ഗെലോട്ട് എന്ന് പറയുന്ന ഇതുപോലെ പ്രായമായ ഒരു മനുഷ്യനാണ്. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വിളിച്ചത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനവും വിടാൻ വയ്യ, ഇതും വേണം. അവസാനം പാർട്ടി പറഞ്ഞു അവിടെ പോയാ നോക്കിക്കോളാൻ പറഞ്ഞു. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. നിയമസഭാ ഇലക്ഷൻ വന്നു, തകർന്ന് അരിപ്പണമായി.
ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഇതാണ് കോൺഗ്രസ്സുകാരുടെ സ്ഥിതി. കോൺഗ്രസിലെ എല്ലാവർക്കും ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു MP സിറ്റി മണി എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെടും കേട്ടോ. സിറ്റി മണി എന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ളത് അത് ഇപ്പൊ പറയുന്നില്ല, അത് പലർക്കും അറിയാം. 9 തവണയായിട്ട് അദ്ദേഹം മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. വലിയ ഗുണമൊന്നും അവിടെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്തവണ അവിടെ CPI ആണ് LDFന്റെ സ്ഥാനാർത്ഥി. LDF ആഞ്ഞ് വിചാരിച്ചിരുന്നുവെങ്കിൽ അവിടെ കൊടിക്കുന്നിലിനെ തോൽപ്പിക്കാമായിരുന്നു. ഈ കൊടിക്കുന്നിലിനെ ഒക്കെ ഉടനെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഉടനെ പാർട്ടിയിലെ അങ്ങ് ചിലരങ്ങ് ഇളകും, ഉടനെ ജാതി കാർഡ് എടുക്കും. ഇത് പിന്നെ ദളിതരോട് ഇങ്ങനെയാണ് കാണിച്ചത്, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഉടനെ ആ ജാതി കാർഡ് എടുക്കുന്നവരാണ്. ഈ സ്വഭാവവും ഒക്കെ കോൺഗ്രസിൽ പലർക്കും ഉണ്ട്. കോൺഗ്രസിൽ അതാണ്, ഒരു സ്ഥാനത്തേക്ക് കയറിയവർ ഒരു കാലത്ത് കോൺഗ്രസിൽ തന്നെ പറയാറുണ്ടായിരുന്നു, ഒരാൾ ഒന്നിലധികം സ്ഥാനം വഹിക്കണ്ട. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, KPCC പ്രസിഡന്റ് സുധാകരൻ MP ആണ്, പിന്നെ KPCC പ്രസിഡന്റുമാണ്. അതിന്റെ ആവശ്യമില്ല, ഒരാൾക്ക് ഒരു സ്ഥാനം മതി. കൊടിക്കുന്നിൽ സുരേഷുള്ള സ്ഥാനമല്ല ഏറ്റെടുക്കുമല്ലോ. പാർട്ടിയിലെ ഓരോരോ സ്ഥാനങ്ങൾ വിഭജിച്ചു പോവുക. എന്ത് പണി ചെയ്യുന്നവരാണ് ഈ കോൺഗ്രസ്സുകാരൊന്നും? ഒരു പണിയും ചെയ്യത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ്സുകാർ പണി ചെയ്യുമായിരുന്നുവെങ്കിൽ ഇവിടെ ഈ പിണറായി വിജയന്റെ ഭരണം ഇത്രയും അഴിഞ്ഞാടുമായിരുന്നു? എന്ത് കൊള്ളരുതായ്മകളാണ് കാട്ടിക്കൂട്ടുന്നത്? പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി കേസ് തന്നെ മാത്രം മതിയായിരുന്നല്ലോ. ഈ കോൺഗ്രസ്സുകാരെ ഭരിക്കുകയും CPM പ്രതിപക്ഷത്തുമായിരുന്നുവെങ്കിൽ ഇപ്പൊ കേരളം കത്തുമായിരുന്നല്ലോ. ശരിയാണ്. നമ്മള് കണ്ടതല്ലേ സരിത സംഭവത്തിന്റെ കാര്യത്തില്, സോളാർ കേസില്, ബാർക്കോഴയുടെ കാര്യത്തില്. കോൺഗ്രസ് മാത്രമല്ല, BJPക്കും കൈയടത്താമായിരുന്നു. 2 പാർട്ടികളും ഇടപെടുന്നില്ല, മൗനമായിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാണല്ലോ. ഈ സഭയിൽ കിടന്ന് കുറെ എണ്ണങ്ങൾ കിടന്ന് വെറും കൊരയ്ക്കും അല്ലെ, കൊരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയും. അത് തന്നെയാണ് ഈ കോൺഗ്രസ്സുകാരന്മാർ. ശീതീകരിച്ച മുറിക്കകത്ത് നിന്ന് കൊരയോട് കൊരയാ. ഇവർ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ ഒരു വെല്ലുവിളിയോടുകൂടി നിൽക്കാത്തതെന്ത്? ആശാ വർക്കർമാരുടെ സമരം 50 ദിവസം കഴിഞ്ഞില്ലേ? എവിടെ? അലക്കി വലിപ്പിച്ച ഷർട്ട് വിട്ട് അവിടെ വന്ന് ഒന്ന് നിന്ന് മാധ്യമങ്ങളെയൊക്കെ കണ്ടിട്ട് സ്ഥലം വിടുകയും ചെയ്യും. ഇത് VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും എല്ലാവരും ഇത് തന്നെയാണ്. ഷാഫി പറമ്പില് ഇങ്ങനെയുള്ള യുവ നേതാക്കന്മാരെയൊക്കെ ഇറക്കണം മാങ്കൂട്ടത്തില്. എല്ലാം ഉണ്ടല്ലോ. അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ ഇവിടെ ഇപ്പൊ വന്നിട്ട് പ്രവർത്തിക്കാത്തവർക്ക് ഒന്നും കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇനി ഇല്ല എന്ന് തന്നെ പറയാം. കോൺഗ്രസ് പിരിച്ചുവിടുകയാണ് ഏറ്റവും നല്ലത്. പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞിട്ട് കോൺഗ്രസ് പിരിച്ചുവിടണം. EMS പറഞ്ഞിട്ടുണ്ട്, അതാണ് വേണ്ടത്. കോൺഗ്രസും പിരിച്ചുവിടുക, കോൺഗ്രസ് ഓഫീസുകളെല്ലാം പിന്നെ വിൽക്കുക, അല്ലെ വാടക കൊടുക്കുക. ബംഗാളിലെ CPMന്റെ ഓഫീസുകളൊക്കെ തൃണമൂൽ കോൺഗ്രസിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അതുപോലെ അതായിരിക്കും നല്ലത്. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനം ഇന്ദിരാഭവനും വിൽപ്പനയ്ക്ക് വയ്ക്കുക, അതാ നല്ലത്. ഇവരെ കൊണ്ട് പറ്റില്ല. കേരളത്തിലെ നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാതെ മാറി നിൽക്കുന്നു. അതാണ് വേണ്ടത്. പണ്ടൊക്കെ AICC സമ്മേളനമൊക്കെ നടക്കുമ്പോൾ പത്രങ്ങളിൽ എല്ലാം വലിയ വാർത്തയായിട്ട് വരുന്നത്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞു, അവിടെ ഒന്നുമില്ല. അപ്പൊ കോൺഗ്രസ് പഴയപടി തന്നെ, വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയാം.